അൽബയാൻ പത്രാധിപർ. പണ്ടൊരു ബിൽഡിങ്ങിന്റെ ചിത്രം കൊടുത്തപ്പോ അതിൽ ചില ആൾക്കാർ, ആണുങ്ങളാ, ചില ആൾക്കാരെ ഫോട്ടോ വിട്ടുപോയി. ഇതിന് വലിയ തൗബ ചെയ്ത പാരമ്പര്യമുള്ള കക്ഷികളെ, ഇന്നിപ്പോ നിങ്ങൾ എവിടെയാണ് എത്തിയത്? നിങ്ങൾ നോക്കൂ, ഇതിനെ സംബന്ധിച്ച് പിന്നെയും എഴുതുകയാണ്. മനുഷ്യരുടെ ഫോട്ടോ ഉൾക്കൊള്ളുന്നതായത് കൊണ്ടാണ് പ്രസ്തുത പത്രത്തിൽ ആ വാർത്ത വന്ന പേജ് മുഴുവനും പകർത്താതെ ഹെഡിങ്ങും പത്രത്തിന്റെ പേരും മാത്രം പകർത്തിയത്. പത്രത്തിന്റെ കോപ്പി ഹിക്മത്ത് ഓഫീസിലുണ്ട് എന്നൊക്കെ നിങ്ങൾ പണ്ടൊരു ആളുടെ ഫോട്ടോ അങ്ങനെ പത്രത്തിൽ വന്നതിന്റെ പേരിൽ, അറിയാതെ പെട്ടുപോയതിന്റെ പേരിൽ അത് ക്ഷമാപണം ചോദിച്ചുകൊണ്ട് നിർവ്യാജം ഖേദിക്കുന്നു എന്നൊക്കെ പറഞ്ഞതാണ് നിങ്ങളുടെ പാരമ്പര്യമെങ്കിൽ 56ന്റെ ശേഷം ജിബിരിയിൽ മർക്കസിൽ വന്നോ, സിറാജിന്റെ പത്രത്തിൽ വന്നോ. കാരണം നിങ്ങളുടെ വാദപ്രകാരം എല്ലാവരും എടുക്കുന്നവരെല്ലാവരും അമ്പിയാക്കളല്ല, അപ്പൊ കുറച്ച് അമ്പിയാക്കളുണ്ടെന്ന രൂപത്തിലല്ലേ സംസാരിക്കുന്നത്. എങ്കിൽ അതാണ് നിങ്ങളുടെ നയമെങ്കിൽ നിങ്ങളുടെ തൗബ കള്ളത്തൗബ തന്നെ. ഇത് നിങ്ങളെ ഉണർത്തിയിട്ട് പോലും, ഇത് നിങ്ങളെ കഴിഞ്ഞ പ്രസംഗത്തിൽ തെളിവുകൾ ധാരാളമായി നിരത്തിയിട്ട് ഇതിനി ചെയ്യരുതേ എന്ന് നിങ്ങളോട് ഉപദേശിച്ചിട്ട് പോലും നിങ്ങൾ ഇപ്പോഴും കളർഫുൾ ഫോട്ടോ നൽകിയിട്ട് ആളുകളെ കൊണ്ട് ആ നിലക്കുള്ള ആ പരസ്യങ്ങൾ നിങ്ങൾ പ്രസിദ്ധീകരിപ്പിക്കുന്നില്ലേ? കാണിക്കുന്നതിൽ വിഷമമുണ്ട്, പക്ഷേ നിങ്ങൾ നിഷേധിക്കുമോ? അതുകൊണ്ട് ചിലർ പെട്ടെന്ന് നിങ്ങളെ കേൾപ്പിക്കുന്നു, പെട്ടെന്ന് നിങ്ങളെ കാണിക്കുന്നു. പെട്ടെന്ന് പോട്ടെ കേട്ടോ, ഓരോ പരസ്യങ്ങളാണ് ഇതൊക്കെ. ഇത് പറഞ്ഞതിന്റെ ശേഷം ഇവരുടെ സിറാജിൽ വന്നതാണ്. പണ്ടൊരാളുടെ ഫോട്ടോ പെട്ടുപോയതിൽ നിർവ്യാജം ഖേദിച്ചുകൊണ്ട് വിശേഷാൽ പ്രതിയെപ്പറ്റി അൽബയാനിൽ കൊടുത്ത ആളുകളുടെ അത് റമദാൻ ആഘോഷിക്കൂ എന്ന ഹെഡിങ്ങിലാണ് ആയിരുത്തം കേട്ടോ. റമദാൻ സ്പെഷ്യൽ, വ്രതശുദ്ധിയുടെ റമദാൻ ദിനങ്ങൾ ആഘോഷിക്കൂ എന്ന് പറഞ്ഞിട്ട് കൊടുത്ത ചിത്രമാണ്. ആഘോഷിക്കേണ്ട കോലമാണ് റമദാനിൽ. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, എവിടെ എത്തിപ്പോയി ആലോചിച്ചു നോക്കൂ. അതാ ധാരാളമായി സിറാജാണ്. അങ്ങാടിയിലെ ഏതെങ്കിലും ചായക്കടയുടെ ചുമരിന്മേലുള്ള പോസ്റ്ററല്ല, സിറാജ് പത്രമാണ്. എന്താണ് സിറാജ് പത്രത്തിന്റെ പ്രത്യേകത? സുന്നത്ത് ജമാഅത്തിന്റെ ജിഹ്വയാണ്, സത്യത്തിന്റെ ആധികാരിക ശബ്ദമാണ്, ആദർശ പ്രസ്ഥാനത്തിന്റെ മുഖപത്രമാണ്, സത്യത്തെ മുറുകെ പിടിക്കുന്ന പ്രസ്ഥാനമാണ് ഇതിന്റെ ചാലകശക്തി. ജീർണതക്കെതിരെ പോരാടുന്ന പടയോട്ടം നടത്തുന്ന സത്യസന്ധമായ പത്രമാണ്. ഇതിൽ വരുന്നത് മുഴുവനും സാത്വികരായ പണ്ഡിതന്മാരുടെ ചിന്തകളാണ്. തൂവെണ്മയാർന്ന ആത്മീയ വെളിച്ചമാണ് ഞങ്ങളെ വഴി നടത്തുന്നത്. വഴി തെറ്റില്ല. മാത്രമല്ല, പേരോട് മുസ്ലിയാർ പറഞ്ഞു, സുന്നി യുവജന സംഘവും സിറാജും പരസ്പര പൂരകങ്ങളാണ്. ഇതിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കൽ ദീനി പ്രവർത്തനം തന്നെ. അതാ കുറെ ചിത്രങ്ങൾ കണ്ടില്ലേ? ഇപ്പൊ കാണുന്നത് എന്താണ്? ഇപ്പൊ കാണുന്നത് അതാ ഈദ് സ്പെഷ്യൽ സിനിമകൾ. കാണിക്കാതിരുന്ന് ഞങ്ങൾ വിശ്വസിക്കൂല. ഈദ് സ്പെഷ്യൽ സിനിമകള്. സിറാജുകാരാ, ദീനിന്റെ പേരിൽ നിങ്ങൾ ഈ പണി ഇനി നടത്തിപ്പോകരുത്. ഇത് നിങ്ങൾ അവസാനിപ്പിച്ചേ പറ്റൂ. ഈദിന് സ്പെഷ്യൽ മുസ്ലിമീങ്ങൾക്ക് തക്ബീറാണ് ഇത്തരത്തിലുള്ള ചിത്രങ്ങളല്ല. ഈദിന്റെ സ്പെഷ്യലിൽ മുസ്ലിമീങ്ങൾക്കുള്ളത് പ്രത്യേക നിസ്കാരമാണ്, തക്ബീറാണ്, അതുപോലെ തന്നെയുള്ള ആചാരങ്ങളാണ്, അനുഷ്ഠാനങ്ങളാണ്. പക്ഷേ അതാ ആ വന്നതിൽ പരസ്യം മലയാള സിനിമയിലെ മെഗാസ്റ്റാർ, പ്രശസ്ത താരങ്ങൾ, സംഗീത പ്രതിഭകൾ വേദിയിലെത്തുന്നു. താഴെ കൊടുത്ത 11 വിഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവ നാമനിർദ്ദേശം ചെയ്യുക. മികച്ച ഗാനം, ഏറ്റവും ആവശ്യപ്പെട്ട ഹിറ്റ് ഗാനം, മികച്ച ഗായകൻ, ഗായിക, മികച്ച ജോഡി, മികച്ച ഗാനരചയിതാവ്, മികച്ച നവാഗത ഗായിക, മികച്ച നവാഗത ഗായകൻ, മികച്ച സംഗീത സംവിധായകൻ. കണ്ടോ, നിങ്ങളുടെ പത്രത്തിലെ ആവശ്യങ്ങളാണ്. ഈദിന് സ്പെഷ്യൽ സിനിമ. ഞാൻ ഓരോന്നും വായിക്കുന്നില്ല. കണ്ടോ, ഇത് നിങ്ങൾ ഓർക്കണം. പരിശുദ്ധ റമദാനിനെ സംബന്ധിച്ച് പരിശുദ്ധ റമദാൻ വിശേഷാൽ പതിപ്പ് സിറാജാണ്. ഇതിലും നിങ്ങൾ കൊടുത്തു. പരിശുദ്ധ റമദാനിൽ പോലും നിങ്ങൾ ഇറക്കിയിട്ടുള്ള ചിത്രങ്ങളാണ് ഈ കാണിച്ചത്. എത്രയാണ്? ധാരാളം ഇനിയും ഞങ്ങളുടെ കയ്യിൽ സ്റ്റോക്കാണ്. ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾക്ക് പ്രയാസമല്ല, കാരണം അടുത്ത പ്രസംഗത്തിൽ വന്നിട്ട് തൗബ ചെയ്താൽ മതി.
തൗബ ചെയ്താൽ മതി. പക്ഷേ ഇത് കാണുന്ന ചിന്തിക്കുന്ന ആളുകളുണ്ട്. ആ ചിന്താരൂപത്തിൽ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളെ ഇനിയും നിങ്ങൾക്ക് പറ്റിക്കാനാവില്ല. മാത്രമല്ല, ഈ ബഹുമാനം പെട്ടുപോയ ഈ പത്രത്തിന്റെ ഇതിന്റെ കോപ്പി ശൈഖുനെ ഇങ്ങനെ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തിട്ട് അതാ പ്രകാശനം ചെയ്യുന്നുണ്ട്. ചില മാന്യന്മാരൊക്കെ അതിന് വരി ചേർന്നിട്ട് ബഹുമാനപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് ഈ തെളിമയാർന്ന സാധനം സ്വീകരിച്ചിട്ട് കൈ മുത്തുന്നുമുണ്ട്. കേട്ടോളൂ നിങ്ങളാ, കണ്ടോളൂ നിങ്ങളാ ഭാഗം. 1284 ഉറുപ്പികയാണ് ഒരു കൊല്ലത്തെ സിറാജിന് കാശ്. അത് നമ്മുടെ ഈ സമ്മേളനം പ്രമാണിച്ച് ഒരു കൊല്ലത്തേക്ക് 1000 ഉറുപ്പികയായി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒരു കൊല്ലത്തേക്ക് 10 കൊല്ലത്തേക്ക്. അൽഹംദുലില്ലാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇത് നേരത്തെ കണ്ടതൊക്കെ സ്വീകരിച്ചതാ. തക്ബീർ ചൊല്ലി പാസാക്കി ഈ ഫോട്ടോ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാം. കിട്ടിയോ? ഓരോരുത്തർക്കും അങ്ങനെ കൊടുക്കുമ്പോൾ ഉപരി പറയുന്നുണ്ട് ഫോട്ടോ എടുക്ക്, ഫോട്ടോ എടുക്ക്. ഇനി എല്ലാവരും ഒരു കോപ്പി ഇൻഷാ അല്ലാഹ് എടുക്കണം. അതൊരു കൊല്ലത്തേക്ക് ആയാലും മതി. 1 കൊല്ലോ 2 കൊല്ലോ 5 കൊല്ലോ ഒക്കെ എടുക്കണം. നമ്മളെ ഒരു കൊല്ലത്തിൽ 1000 ഉറുപ്പിക എഴുതാം. നമ്മളെ സെക്രട്ടറി മുഹമ്മദ് റസൂൽ ചെയ്യുന്നവരൊക്കെ പറഞ്ഞല്ലേ മദ്രാസിലാണ്. ഒരു കൊല്ലം. മഹമ്മൂദ് ഹാജി ഒരു കൊല്ലതാ. പേപ്പറിന്റെ കെട്ടിടത്തോണ്ട് എല്ലാം ഫോട്ടോ എടുക്കും. സർവർ നമ്മളെ കടമേരിയല്ല, ഏറാമല ഫോട്ടോ എടുക്കും. ഓരോന്നും എല്ലാം ആ പത്രത്തിന്റെ കെട്ടോടെ 10 വർഷത്തേക്ക് മൻസൂർ ഹാജി. അൽഹംദുലില്ലാഹ്. CSO ചെയർമാൻ 10 കൊല്ലം, വൈസ് ചെയർമാൻ 10 കൊല്ലം. എടുക്കണ പേപ്പർ എടുക്ക, ഇനി എടുക്ക്. ഫോട്ടോ എടുത്തോ? മറിയല്ല അവിടെ പേപ്പറത്തിന് കെട്ട് മടിക്കല്ല. ഓരോന്നും ഫോട്ടോ എടുക്കണേ. സിറാജലിന്റെ ഫോട്ടോ വരില്ല. ഓരോന്നും എടുക്കണ്ട. ഈ ഫോട്ടോ എടുക്ക്. അത് പിന്നെ അഷ്റഫ് ഹാജി 5 കൊല്ലത്തില്ല. അഷ്റഫ് ഹാജി 5 കൊല്ലം. കുഞ്ഞുമോൻ എടുക്കാം. ഒരു വർഷം. നമ്മളെ ദിക്ർ ആൾക്കൊക്കെ എല്ലാ മാസവും ഇക്ബാൽ ഹാജി CSO പ്രസിഡന്റ് 3 കൊല്ലം. 5 കൊല്ലം. അത് 5 കൊല്ലം. മൂപ്പര് ഒരു കൊല്ലം. ഒരു കൊല്ലം. മറ്റേ 1 കൊല്ലം. മറ്റേ 1 കൊല്ലം. സ്വീകരിച്ച് കയ്യുമുട്ടി. കണ്ടോ ഈ തോന്നിവാസം, ഈ അശ്ലീല ചിത്രങ്ങൾ ഈ സമുദായത്തിന്റെ മുമ്പിലേക്ക് വിറ്റ് നടന്ന് കാശാക്കുന്ന മുസ്ലിയാക്കന്മാരെ, നിങ്ങളുടെ പള്ളികളിൽ നിങ്ങൾ ഇത് കൊണ്ടുപോയി ഇടാറില്ലേ? നിങ്ങൾ ഇത് കച്ചത്തിരിച്ച് നടക്കാറില്ലേ? നിങ്ങൾ ഈ സമുദായത്തെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ഓ പ്രിയപ്പെട്ട മുസ്ലിം സഹോദര സഹോദരി, എല്ലാവരോടും മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഏതിന്റെ പരസ്യമാണെങ്കിലും, ജ്വല്ലറി ആണെങ്കിലും, തുണിഷാപ്പാണെങ്കിലും, എന്തിന്റെ പേരിലാണെങ്കിലും ഒരാളും ഈ തോന്നിവാസം ചെയ്തു പോകരുത്. ബറക്കത്ത് അതുകൊണ്ട് ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ ചെയ്താലേ പത്രം ചെലവാകൂ, ഇങ്ങനെയൊക്കെ ചെയ്താലേ കച്ചവടം നടക്കൂ എന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ അത് ശൈത്താനാണ് തോന്നിപ്പിക്കുന്നത്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ പടച്ച റബ്ബ് ബറക്കത്ത് തരും കേട്ടോ. റിസ്ക് അല്ലാഹുവാണ് തരുന്നത് കേട്ടോ. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. അല്ലാഹുവിനെ ആര് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നുവോ അവൻ അല്ലാഹ് മതി. അല്ലാഹു അവൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ റിസ്ക് കൊടുക്കും കേട്ടോ. തഖ്വയോടെ ജീവിച്ചാൽ പതറേണ്ടി വരില്ല, പരാജയപ്പെടേണ്ടി വരില്ല. റബ്ബിന്റെ നിയമങ്ങളുടെ ഭാഗത്തു നിന്നോ പടച്ചവന്റെ സഹായമുണ്ടാകുമെന്ന് അന്നും പറഞ്ഞതുപോലെ ഇന്നും ഓർമ്മപ്പെടുത്തുകയാണ്.